സോയ തുടരാം. ഇതൊരു സമൂഹത്തിന് നൽകുന്ന ഒരു നല്ല സന്ദേശം, അതുപോലെ തന്നെ മാതൃകയായി മാറുകയാണല്ലോ പോലീസിന്റെ നടപടിയും ഇക്കാര്യത്തിൽ. സോയ, അല്ല, തീർച്ചയായിട്ടും. കാരണം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ പോലീസ് ഇക്കാര്യത്തിൽ മാതൃകാപരമായി ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അനേകം കേസുകൾ ഒരു കഴിഞ്ഞ 10 വർഷത്തെ കേസുകളുടെ അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ കൊടുത്തിട്ടുള്ള സൈബർ അധിക്ഷേപങ്ങളുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊതുവിടങ്ങളിലുള്ള അധിക്ഷേപങ്ങൾക്കെതിരെയും സ്ത്രീകൾ കൊടുത്തിട്ടുള്ള കേസിലൊക്കെ വലിയൊരു ടെൻഡൻസി അല്ലെങ്കിൽ വലിയൊരു ഡിലേ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് ഹണി റോസ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. എന്തൊക്കെ പറയുമ്പോഴും അവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്, അവർക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാൻ, മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ, അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം പ്രിവിലേജുകൾ ഉള്ളവർക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള ന്യായവും നീതിയും ഒക്കെ ലഭ്യമാകണം എന്ന് തന്നെയാണ് ഒരു പൊതുവിടത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ബോച്ചയെ വേട്ടയാടണം, പക്ഷെ ഹണി റോസിനെ വിമർശിക്കരുത് എന്നൊരു സമീപനം എടുക്കരുത്. ബോച്ചയെ വേട്ടയാടണം, ബോച്ചെ പറഞ്ഞതിനെ ആരും ന്യായീകരിച്ചില്ല എന്നും കൂടി ഓർക്കണം. ബോച്ചെ പറഞ്ഞതോ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിനെയോ ഒരു മലയാളി ന്യായീകരിച്ചിട്ടില്ല, ഞാനും ന്യായീകരിച്ചിട്ടില്ല. അദ്ദേഹം മാപ്പ് പറയണം, അദ്ദേഹം പിൻവലിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ബോച്ചയെ വേട്ടയാടണം, ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണ്ട, ഹണി വിമർശനത്തിന് അതീതയാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം ശരിയല്ല. ഹണി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിജീവിതയാകില്ല. കേസിന്റെ മെറിറ്റിലേക്ക് കോടതി വന്നിട്ടില്ല. ഒരു വരിയെ ഞാൻ എടുക്കൂ, കേസിന്റെ മെറിറ്റിലേക്ക് കോടതി വന്നിട്ടില്ല. ആരാണ് പറഞ്ഞത്? രാഹുൽ മെറിറ്റിനെ പറ്റി ഒന്നുമല്ല സംസാരിക്കുന്നത്, അതിലേക്കൊക്കെ നിയമവിദഗ്ധർ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി വന്നിട്ടില്ല. അല്ല, ഇത് അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം, നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ കടക്കാം. ഞാൻ ഒരു കാര്യം മാഡം, നിയമം കൂടെ അറിയുന്ന ആളാണല്ലോ. ഭാരതീയ ന്യായ സംഹിത 75 പ്രകാരമാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ന്യായ സംഹിത 75 ഉപവകുപ്പ് 4 പ്രകാരം സെക്ഷലി കളേർഡ് റിമാർക്സ് എന്ന കേസിലാണ് എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല, പിൻവലിക്കണം, മാപ്പ് പറയണം. അതിന്റെ പേരിൽ 1 മുതൽ 3 വർഷം വരെ അദ്ദേഹത്തെ ജയിലിൽ ഇടണമെന്നാണോ നമ്മൾ പറയുന്നത്? അങ്ങനെ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നുള്ളത് അദ്ദേഹം 3 വർഷം ജയിലിലിടണോ? സമാനമായ ദ്വയാർത്ഥ പ്രയോഗമല്ലേ മോൺസ്റ്ററിൽ ലാലേട്ടൻ ഹണി റോസിനോട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജിൽ ജയസൂര്യ ഹണി റോസിനോട് ചെയ്യുന്നത്? അപ്പോ സിനിമയിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുറയ്ക്കണമെന്ന കാര്യത്തിന് ആർക്കും വിയോജിപ്പില്ല. പക്ഷേ ആ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ പേരിൽ ഒരാളെ ജയിലിൽ ഇടണോ എന്ന് നമ്മൾ ചിന്തിക്കണം. മാറ്റം വരും രാഹുൽ. അല്ല, രാഹുൽ പറഞ്ഞു അവസാനം രാഹുൽ പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കില്ല എന്ന് പറയുകയും അവസാനം കൊണ്ടുവന്ന് എത്തിക്കുന്നത് ബോബിയെ ജയിലിടണോ എന്ന ചോദ്യം ഉയർത്തുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് രാഹുലിന്റെ പതിവ്. ഇപ്പോൾ മാപ്പ് പറയണമെന്നാണ് പറഞ്ഞത്. ഹണിയോടും എനിക്കുള്ള അഭ്യർത്ഥന, ഹണി എന്നെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഹണിയോട് പറയാനുള്ള അഭ്യർത്ഥന ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിക്കണമെന്നാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിക്കണമെന്നാണ് ഹണിയോടും അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, ബോബി എവിടെയാണ് മാപ്പ് പറഞ്ഞത്? ഒരു കുറ്റബോധവും ഇല്ല എന്നാണ് ബോബി പറയുന്നത്. അങ്ങനെ കുറ്റബോധമില്ലാത്തയാൾ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് വാദം പോലും ഉണ്ടായി. അല്ലല്ല, അങ്ങനെ ഒരു കാര്യം കോടതിയിൽ വന്നിട്ടില്ല. കോടതിയിൽ അങ്ങനെ ഒരു മാപ്പ് പറയാൻ തയ്യാറാണെന്നോ എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബോബി താൻ പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് തന്നെ പറഞ്ഞു. യൂട്യൂബിലടക്കം എന്റെ വീഡിയോയും ഉണ്ട്. ഇന്ന് ലീഗൽ സ്ട്രാറ്റജിയുടെ ഭാഗമായി രാമൻപിള്ള സാർ ഒരു പക്ഷേ മാറ്റാൻ പറഞ്ഞു കാണും, അതവരുടെ ലീഗൽ സ്ട്രാറ്റജി. പക്ഷെ മാപ്പ് പറയാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറായിരുന്നു. ഹണി റോസിനോട് മാപ്പും പറഞ്ഞു. ഹണി റോസ മാപ്പ് സ്വീകരിക്കണമെന്ന് അതിനു മുൻപ് ഒരു തവണയല്ല, 1, 2, 3 തവണ ഇക്കാര്യങ്ങൾ ആവർത്തിച്ചപ്പോൾ ആവർത്തിക്കരുതെന്ന് അന്ന് പക്ഷെ തയ്യാറായില്ല ബോബി ചെമ്മണ്ണൂർ. നിരന്തരം അത് ആവർത്തിക്കുകയും ആഘോഷിക്കപ്പെടുകയും അതൊരു പ്രിവിലേജ് ആയിട്ട് മനസ്സിലാക്കുന്നത്, പ്രിവിലേജ് ആയിട്ടാണ് എടുക്കുന്നത് ബോബി ചെമ്മണ്ണൂർ പലപ്പോഴും. ഞാൻ എന്തോ വലിയ കാര്യം പറയുന്നു, അതൊക്കെ കേട്ട് ചിരിക്കാൻ എനിക്ക് പിറകിൽ ആളുണ്ട്, എനിക്ക് ഒരു ആർമിയുണ്ട്, ഞാനിതൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, അതെന്റെ പ്രിവിലേജ് ആണെന്ന് നിരന്തരം പറഞ്ഞു വെക്കുന്ന ഒരാള് മാപ്പ് പറഞ്ഞ് ലഘൂകരിക്കാനൊന്നും പറ്റില്ല രാഹുൽ. നിങ്ങൾക്ക് ഇതൊക്കെ വളരെ എത്രയോ സില്ലിയായി മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം. ഞാനിതിനെ കേവലം ഒരാളിലേക്ക് ഒതുക്കണ്ട.
ഇത് പൊതുവിടത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ ആരുടെയും ശരീരത്തിന്റെയോ ശരീരഭാഷയുടെയോ ഒന്നും പേരിൽ മാത്രമല്ല, നിങ്ങൾ രാഷ്ട്രീയമായി നിലപാടെടുക്കുമ്പോൾ, നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ നിലപാട് പറയുമ്പോൾ, നിങ്ങളെ ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരം ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരഘടന ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ ആക്ഷേപിക്കുക എന്നുള്ളത് അത് ശരിയല്ല. അതോടൊപ്പം സെക്ഷലൈസേഷൻ ഒരു പ്രശ്നമല്ലേ, കമോഡിഫിക്കേഷൻ ഒരു പ്രശ്നമല്ലേ, ഒബ്ജക്ടിഫിക്കേഷൻ ഒരു പ്രശ്നമല്ലേ? സോയ മാഡം അല്ലെന്ന് പറയുമോ? എന്റെ ചോദ്യം ഒരു ചോദ്യമേ ഉള്ളൂ. സെക്ഷലൈസേഷൻ, കമോഡിഫിക്കേഷൻ, ഒബ്ജക്ടിഫിക്കേഷൻ, വസ്തുവൽക്കരണം, ഭോഗവൽക്കരണം, അതും ഒരു പ്രശ്നമല്ലേ? ആ പ്രശ്നത്തെ എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? ആ പ്രശ്നം എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? അശ്ലീലമായി മറുപടി പറയുക, അശ്ലീലമായ പ്രയോഗങ്ങൾ നടത്തുക എന്നുള്ളത് അല്ല. അതൊക്കെ അശ്ലീലമായ വസ്ത്രം ധരിക്കുന്നത് ഓക്കെയാണോ? അശ്ലീലമായ വസ്ത്രം ധരിക്കുന്നത് ഓക്കെയാണോ? അശ്ലീലമായ വസ്ത്രം ഓക്കെയാണോ? അശ്ലീലമായ വസ്ത്രം ഓക്കെയാണോ?